ഇപ്പോൾ കെ മുരളീധരൻ മാധ്യമങ്ങൾ കാണുന്നു തത്സമയം. ചില നടപടിക്രമങ്ങളുണ്ട്. ഇപ്പോഴൊരു റിട്ടേൺ കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. പക്ഷേ എങ്കിലും സമൂഹത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമെന്നുള്ള നിലയിൽ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ഇത് അവസാനമായിട്ട് കണക്കാക്കണ്ട. ഇനി കൂടുതൽ പ്രതികരണങ്ങളും പരാതികളും വരുന്നതനുസരിച്ച് മൂന്നാം ഘട്ട നടപടിയും സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ നിന്നുണ്ടാവും. ഇതിപ്പോൾ ഒന്നാം ഘട്ടം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിച്ചു. രണ്ടാം ഘട്ടം എന്നുള്ള നിലയിലാണ് സസ്പെൻഷൻ. ഇനി കൂടുതൽ പരാതികൾ ഉണ്ടാവുകയും തെളിവുകൾ പുറത്തു വരികയും ചെയ്താൽ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കും. അക്കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ വിമർശിക്കാൻ ആർക്കും അവകാശമില്ല. കാരണം ഇത്രയും നടപടികളൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയും മുമ്പ് ചെയ്തിട്ടില്ല. ഉപതെരഞ്ഞെടുപ്പിന് ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല. കാരണം പാലക്കാട്ടെ മത്സരം UDFും BJP ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലൊരു പരാജയ ഭീതി ഞങ്ങൾക്കില്ല. പക്ഷേ ഇവിടെ ബൈ ഇലക്ഷനല്ല ചർച്ച. ഓരോ MLAക്കെതിരായി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പാർട്ടിക്ക് അത് വെറുതെ നോക്കിയിരിക്കാൻ സാധ്യമല്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ ഈ വന്ന ഓഡിയോൻ്റെയൊക്കെ ആധികാരികത കൂടെ അറിയണം. ഇക്കാര്യത്തിൽ മാങ്കൂട്ടത്തിൻ്റെ നിലപാടും നേരിട്ട് വരെ പാർട്ടി വിശദീകരണം കിട്ടിയിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് അതും കൂടെ നൽകാനുള്ള സമയമുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഇപ്പോഴത്തെ സസ്പെൻഷൻ എന്നുള്ളതൊരു സ്ഥിര ഏർപ്പാടല്ല. കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോകാൻ പാർട്ടിക്ക് മടിയില്ല എന്നുള്ള എൻ്റെ സൂചനയാണിത്. തീർച്ചയായിട്ടും. അതായത് ഒരു പാർട്ടി അംഗത്തിന് ലഭിക്കുന്ന പ്രൊട്ടക്ഷൻ ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിൽ നിന്ന് ലഭിക്കില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ സസ്പെൻഷൻ. ശ്രീമതി ഉമാ തോമസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണം ഇന്നലെ മുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനുള്ളിൽ നിന്നാണ് അത് നടക്കുന്നത്. സൈബർ ആക്രമണം ഒന്നും ആരും ശ്രദ്ധിക്കേണ്ട കാര്യം, അത് വായിക്കാണ്ടിരുന്നാൽ പോരെ. അങ്ങനെ എനിക്കെതിരായിട്ട് എന്തൊക്കെ വരും ഞാൻ മൈൻഡ് ചെയ്യാറില്ലല്ലോ. അത് ഉമാ തോമസ് പറഞ്ഞത് കേരളത്തിലെ സ്ത്രീകളുടെ വികാരമാണ്. അത് പാർട്ടി ഉൾക്കൊണ്ടിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും അതിന് ഉമാ തോമസും മറ്റ് മഹിളാ കോൺഗ്രസ് നേതാക്കന്മാരും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കിയ പാർട്ടി ഞങ്ങളോടൊപ്പം ഇനി കൂടണ്ട എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ സ്ഥാനം രാജിവെക്കാനുള്ള അവകാശമൊക്കെ രാഹുലിനുണ്ട്. അത് വേണോ വേണ്ട അദ്ദേഹം തീരുമാനിക്കട്ടെ. അതായത് അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കിയത് കോൺഗ്രസ്സാണ്, സ്ഥാനാർത്ഥിയാക്കിയത് UDF ആണ്. ആ രണ്ടുപേരും പറഞ്ഞ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇനി കൂടണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ കടിച്ചു തൂങ്ങണോ വേണ്ടേ എന്നുള്ളത് രാഹുലിന് തീരുമാനിക്കാം. പാർട്ടിയുടെ നിലപാടെന്ന് പറഞ്ഞാൽ ഇത്രയേ ഞങ്ങൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെയ്യാൻ കഴിയുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ വന്നാൽ അന്ന് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.